നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡോൾഫിൻ ചുഴലിക്കാറ്റ് ജപ്പാന്റെ ഒക്കിനാവയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ്. തുറമുഖങ്ങളെല്ലാം അടച്ചുപൂട്ടി ചൈനയും മുൻകരുതൽ സ്വീകരിച്ചു. ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും വ്യാപകമായ നാശനഷ്ടമുണ്ടാവുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ചുഴലിക്കാറ്റ് ചൈനീസ് തീരത്തേക്ക് അടുക്കുന്ന പശ്ചാത്തലത്തിൽ ചൈനയും കനത്ത ജാഗ്രതയിലാണ്. ജപ്പാനിലെ ഒക്കിനാവയിൽ 5 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കനത്ത കാറ്റിലും മഴയിലും പെട്ട് 14,000-ഓളം കെട്ടിടങ്ങളിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. ചുഴലിക്കാറ്റ് ചൈനയുടെ കിഴക്കൻ തീരത്തേക്ക് നീങ്ങുന്നതിനാൽ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് പ്രധാന തുറമുഖങ്ങളും ഫെറി സർവീസുകളും ചൈനീസ് അധികൃതർ താൽക്കാലികമായി അടച്ചുപൂട്ടിയിരിക്കുന്നത്. ജപ്പാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് ഒക്കിനാവയിലെ കുമേ ദ്വീപിന് 160 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഇപ്പോൾ ചുഴലിക്കാറ്റ് നിലകൊള്ളുന്നത്. മണിക്കൂറിൽ 15 കിലോമീറ്റർ വേഗതയിലാണ് ഇത് വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് സഞ്ചരിക്കുന്നത്. ഒക്കിനാവയിൽ 5 മുതിർന്ന പൗരന്മാർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 3 പേർ ശക്തമായ കാറ്റിൽ നിലത്ത് വീണാണ് പരിക്കേറ്റതെങ്കിലും ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നും ഒക്കിനാവ അധികൃതർ വ്യക്തമാക്കി. ചുഴലിക്കാറ്റിനെ തുടർന്ന് ജപ്പാനിലെ പ്രമുഖ ആഭ്യന്തര വിമാന കമ്പനികളായ ANA, ജപ്പാൻ എയർലൈൻസ് എന്നിവരും ഒക്കിനാവ മേഖലയിലേക്കുള്ള സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കി. മണിക്കൂറിൽ 162 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയടിക്കുന്നത്. ഇതിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 216 കിലോമീറ്റർ വരെ ഉയരാനും സാധ്യതയുണ്ട്. ജപ്പാനിലെ ഒക്കിനാവ, കാഗോഷിമ പ്രവിശ്യയിലെ അമാമി ദ്വീപ് എന്നിവിടങ്ങളിലാണ് കാറ്റ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വിതയ്ക്കാൻ സാധ്യതയുള്ളത്. ഡോൾഫിൻ ചുഴലിക്കാറ്റും ഞായറാഴ്ച രാത്രിയോ തിങ്കളാഴ്ച പുലർച്ചെയോ ചൈനയുടെ കിഴക്കൻ തെക്കൻ തീരങ്ങളിൽ കരതൊടുമെന്നാണ് ചൈനീസ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. സെജിയാങ് പ്രവിശ്യയിലെ ഷൌഷാൻ നഗരത്തിനും ഫുജിയാൻ പ്രവിശ്യയിലെ ഫുഡിംഗ് നഗരത്തിനും ഇടയിലായിരിക്കും കാറ്റ് കരയിലേക്ക് പ്രവേശിക്കാൻ സാധ്യത. ചുഴലിക്കാറ്റിന്റെ കേന്ദ്രഭാഗത്ത് മണിക്കൂറിൽ 136 മുതൽ 162 കിലോമീറ്റർ വരെയായിരിക്കും കാറ്റിന്റെ വേഗത. ഷാങ്ഹായ് ഉൾപ്പെടെയുള്ള കിഴക്കൻ ചൈനയിലെ വിവിധ പ്രവിശ്യകളിൽ ഓഗസ്റ്റ് 12 വരെ ശക്തമായ മഴയും കാറ്റും തുടരും. സെജിയാങ്ങിന്റെ കിഴക്കൻ മേഖലകളിലും 600 മില്ലിമീറ്ററിലധികം അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഏതായാലും ചൈനയിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. തുറമുഖങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കുകയും 162 ഫെറി സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര വിമാനത്താവളം ശനിയാഴ്ച രാത്രി മുതൽ പ്രവർത്തനം നിർത്തിവെക്കുമെന്നാണ് മുന്നറിയിപ്പ്. നാളെ എല്ലാ സർവീസുകളും റദ്ദാക്കി. ഷാങ്ഹായിലെ തുറമുഖത്തു നിന്ന് ഇന്നലെ രാത്രിയോടെ തന്നെ മുഴുവൻ കപ്പലുകളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറ്റിയിട്ടുണ്ട്. നദീതീര മേഖലയിലെ ട്രെയിൻ സർവീസുകളും ഞായറാഴ്ച മുതൽ താൽക്കാലികമായി നിർത്തലാക്കും. ചുഴലിക്കാറ്റ് പ്രമാണിച്ച് തായ്വാനിൽ 63 അന്താരാഷ്ട്ര വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. വടക്കൻ തായ്വാനിൽ വാരാന്ത്യത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും നിലവിൽ ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടിട്ടില്ല. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തായ്വാൻ കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾ തങ്ങളുടെ ട്രാഫിക് നിയന്ത്രണ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ചൈന ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ചൈനയ്ക്ക് അവകാശമില്ലെന്നും ഈ നടപടി ഹാസ്യജനകമാണെന്നാണ് തായ്വാൻ പ്രതികരിച്ചത്. തായ്വാൻ കടലിടുക്കിൽ ചൈന ഉന്നയിക്കുന്ന അവകാശവാദങ്ങളെ തായ്വാനും അമേരിക്കയും ഒരുപോലെ തള്ളിക്കളയുന്നു.